Hello everyone, welcome to our UGC Net online course. So, നമ്മൾ യൂണിറ്റ് 4 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. In today's class, we are going to discuss topic 3, SQL of unit 4. And now, these are the 10 subtopics that are coming under the topic SQL. But as usually, we are only going to focus on the important topics. And ഇതൊരു quick question paper analysis ആണ് for filtering the most relevant topics. സോ നമുക്ക് കാണാം കൺസ്ട്രെയിൻസ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്നും ദെൻ SQL കമാൻഡ്സ്, അതായത് ഇൻസേർട്ട്, ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റ് കമാൻഡ്സ്, ആ ഒരു പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ മോസ്റ്റ്ലി ആ ഒരു പോർഷനായിരിക്കും ഡിസ്കസ് ചെയ്തു പോകുന്നത്. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ വാട്ട് ഈസ് SQL? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമുക്കറിയാം യൂസറും ഡേറ്റാബേസും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്നത് ഒരു ലാംഗ്വേജിൻ്റെ ഹെൽപ്പോടുകൂടിയായിരിക്കും. ആൻഡ് SQL is one such language and it is called structured query language. Structured means what? That is, the data is in the form of table, or we can say it is in the form of relations. That is, in SQL we use a relational model. And now query എന്താണ്? A query is a set of instruction given to the database management system. അതായത് എന്തുവാണ്? യൂസർ ഡേറ്റാബേസിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതാണ് ക്വറി എന്ന് പറയുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ക്വറി വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ദിസ് ക്വറി ടെൽസ് എനി ഡേറ്റാബേസ് വാട്ട് ഇൻഫർമേഷൻ യു വുഡ് ലൈക്ക് ടു ഗെറ്റ് ഫ്രം ദ ഡേറ്റാബേസ്. ആൻഡ് നൗ ഹൗ ദിസ് ക്വറി ഈസ് പ്രോസസ്ഡ്. അതായത് SQL എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്നറിയാം. സോ query processing എന്താണ്? Query processing is a translation of high-level queries into low-level expressions. So ഈ high-level SQL queryനെ നമ്മൾ low-level expressions ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് query processing എന്ന് പറയുന്നത്. And as shown in this figure, ഇതൊരു 3-step procedure ആണ്. And it consists of parser and translator, query optimizer, and finally query evaluation engine. സോ ഫസ്റ്റ് സ്റ്റേജിൽ എന്തുവാണ് നടക്കുന്നത്? ഈ ക്വറി, അതായത് SQL ഹൈ ലെവൽ ലാംഗ്വേജ് ക്വറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. അത് പാഴ്സർ ആൻഡ് ട്രാൻസ്ലേറ്ററിനകത്തൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു റിലേഷണൽ ആൾജിബ്രൈക് ലോ ലെവൽ എക്സ്പ്രഷൻസ്. ആൻഡ് ഡ്യൂറിങ് ദിസ് ട്രാൻസ്ലേഷൻ ദ പാഴ്സർ ചെക്സ് ദ സിൻടാക്സ് ആൻഡ് വെരിഫൈസ് the different relations, that is the different tables, the different attributes which are used in the respective query. സോ നൗ നമ്മുടെ SQL ക്വറി എന്തായി? ഒരു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വറി ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് ക്വറി ഒപ്റ്റിമൈസർ. ഈ ഒരു ക്വറി ഒപ്റ്റിമൈസേഷൻ എന്തിനാണ്? ഫോർ ഫാസ്റ്റർ ക്വറി പ്രോസസ്സിങ്, അതായത് ഒരു ബെറ്റർ ക്വറി പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഒരു സിംഗിൾ ക്വറി തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പോസിബിൾ ക്വറി പ്ലാൻസ് ഉണ്ടാവും. ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ക്വറി ഒപ്റ്റിമൈസേഷനകത്ത് എന്തുവാണ്? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വറി പ്ലാൻ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്വറി ഒപ്റ്റിമൈസേഷൻ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഇൻ ക്വറി പ്രോസസ്സിങ്. ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് മിനിമൈസിങ് ദ കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഇൻപുട്ട് ഔട്ട്പുട്ട് കോസ്റ്റ്, CPU കോസ്റ്റ്, ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്. സോ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ ഏറ്റവും മിനിമം ആവുന്ന രീതിയിലുള്ള ഒരു ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് ക്വറി പ്ലാൻ സെലക്ട് ചെയ്ത് മാറ്റുന്നതാണ് ഈ ഒരു ക്വറി ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിനകത്ത് നടക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ് ക്വറി ഒപ്റ്റിമൈസേഷൻ ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് ക്വറി ഇവാലുവേഷൻ. ഇറ്റ് എക്സിക്യൂട്ട്സ് ദ എബോവ് ക്വറി എക്സിക്യൂഷൻ പ്ലാൻ ആൻഡ് റിട്ടേൺസ് ദ റിസൾട്ട്. So this is how a query is processed. Now SQL commands. SQL commands are same as that of SQL queries. That is, these are instructions used to communicate with the database. And it is also used to perform specific tasks and functions of data, like creating a table, adding data elements to the table, dropping the table, modifying the table, etc. etc. So in SQL, to deal with the structured data, that is the relational data, we use SQL commands. And this SQL commands is categorized into 5, that is data definition languages, data manipulation language, data control language, transaction control language, and data query language. And
create, drop, alter and truncate are the 4 DDL commands. And in DML we have insert, update and delete commands. In DCL, grant and revoke command. In TCL, commit, rollback and save point command. And in DQL, we have select command. സോ ഈ ഓരോ ലാംഗ്വേജും അതിനകത്ത് വരുന്ന കമാൻഡ്സും ഒക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ദിസ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ദ SQL കമാൻഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിഫൈൻ ദ ഡേറ്റാബേസ് സ്കീമ. അതായത് എന്തുവാണ് ഒരു ഡേറ്റാബേസിൻ്റെ സ്കീമ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്. ദാറ്റ് മീൻസ് ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര കോളംസ് ഉണ്ട്, ഈ കോളം ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, കോളം നെയിംസ് എന്താണ്. സോ അതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നതാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് 4 DDL കമാൻഡ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ ആൻഡ് ട്രങ്കേറ്റ്. ആൻഡ് ആസ് ദ നെയിം സജസ്റ്റ്, ക്രിയേറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു create the database or its objects. Now drop, it is used to delete objects from the database. And alter is used to alter the structure of the database. Then finally truncate is used to remove all the records from the table, including all spaces allocated for the records are also removed. So now ഈ ഒരു ക്രിയേറ്റ് കമാൻഡിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് ക്രിയേറ്റ് ഡേറ്റാബേസ് നെയിം സെമികോളൻ. സോ എന്തുവാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഈ ഒരു നെയിമിൽ ഒരു ന്യൂ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ് ബൈ യൂസിങ് ദിസ് ക്വറി. ഈ ഒരു ഡേറ്റാബേസ് ഒരു ടേബിൾ ആണെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാവും എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ടേബിൾ നെയിം എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മൾ ടേബിളിന് കൊടുക്കുന്ന പേര്. ദെൻ കോളം 1, കോളം 2, കോളം 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കോളം നെയിംസ് ആൻഡ് എത്ര കോളം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ദെൻ ഓരോ കോളമിൻ്റെയും ഡേറ്റ ടൈപ്പ് എന്താണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. സോ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ക്രിയേറ്റിംഗ് എ ടേബിൾ നെയിംഡ് സ്റ്റുഡൻസ്. സോ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ്. അതിനകത്ത് വരുന്ന കോളംസ് എന്ന് പറയുന്നത് റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ് ആൻഡ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡേറ്റ ടൈപ്പും സൈസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. So this is the syntax and example of create command. നെക്സ്റ്റ് എങ്ങനെയാണ് ഓൾട്ടർ കമാൻഡിൻ്റെ സിൻടാക്സ് വരുന്നത്? ഈ ഒരു ഓൾട്ടർ കമാൻഡ് 2 രീതിയിൽ യൂസ് ചെയ്യാം. ടു ആഡ് എ ന്യൂ കോളം ഇൻ ദ ടേബിൾ ഓർ ടു മോഡിഫൈ ആൻ എക്സിസ്റ്റിംഗ് കോളം ഇൻ ദ ടേബിൾ. സോ ആദ്യം എങ്ങനെയാണൊരു പുതിയ കോളം ടേബിളിലോട്ട് ആഡ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾട്ടർ ടേബിൾ നെയിം, ആഡ് കോളം നെയിം, കോളം ഡെഫിനിഷൻ, സെമികോളൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ടേബിളിനകത്തോട്ട് അഡ്രസ്സ് എന്നുള്ളൊരു പുതിയ കോളം നമ്മൾ ആഡ് ചെയ്യുവാണ് ബൈ യൂസിങ് എങ്ങനെയാണ് സിൻടാക്സ് വരുന്നത്? ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, ആഡ് അഡ്രസ് ആൻഡ് അതിൻ്റെ ഡെഫിനിഷൻ, അതായത് അതിൻ്റെ ഡേറ്റ ടൈപ്പും സൈസും. നൗ എന്താണ് സെക്കൻഡ് കേസ് എന്താണ്? ടു മോഡിഫൈ എക്സിസ്റ്റിംഗ് കോളം ഇൻ ദ ടേബിൾ. അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഓൾട്ടർ ടേബിൾ, മോഡിഫൈ, ദെൻ കോളം ഡെഫിനിഷൻ. അതിൻ്റെ എക്സാമ്പിൾ എന്തുവാണ്? ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, മോഡിഫൈ, നെയിം varchar of 20. നെക്സ്റ്റ് വൺ ഇസ് ഡ്രോപ്പ് കമാൻഡ്. സോ ഡ്രോപ്പ് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ഡിലീറ്റിംഗ് ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡേറ്റാബേസ്. ഫോർ എക്സാമ്പിൾ ഒരു ടേബിളാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? ഡ്രോപ്പ് ടേബിൾ നെയിം സെമികോളൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡ്രോപ്പ് ടേബിൾ എംപ്ലോയി. സോ എംപ്ലോയി ടേബിൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുവാണ്. നൗ ട്രങ്കേറ്റ് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ടേബിളിനകത്തുള്ള റെക്കോർഡ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ട്രങ്കേറ്റ് എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ഡിലീറ്റ് ചെയ്യാനല്ല, അതിനകത്തുള്ള റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാൻ. സോ എംപ്ലോയി എന്നുള്ള ടേബിളിനകത്ത് ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ID, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ആ ഓരോ ആട്രിബ്യൂട്ടിനകത്ത് വരുന്ന റെക്കോർഡ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടാണ് ഈ ഒരു ട്രങ്കേറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് വരുന്നത് എങ്ങനെയാണ്? ട്രങ്കേറ്റ് ടേബിൾ നെയിം. എക്സാമ്പിൾ ട്രങ്കേറ്റ് ടേബിൾ എംപ്ലോയി. നൗ ഡേറ്റ ക്വറി ലാംഗ്വേജ്. This is used to fetch the data from the database. സോ എന്തുവാണ്? ഡേറ്റാബേസിനകത്തുനിന്ന് ഡേറ്റാനെ ഫെച്ച് ചെയ്തെടുക്കാനായിട്ടാണ്
ഈ ഡേറ്റ ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ഒരേ ഒരു കമാൻഡാണ് സെലക്ട് കമാൻഡ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീട്രീവ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്. നൗ ഈ ഒരു സെലക്ട് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിലാണ് ഈ ഒരു സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഡേറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിക്കും. ആൻഡ് അതിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത് എങ്ങനെയാണ്? സെലക്ട് കോളം 1 കോളം 2 എക്സെട്ര ഫ്രം ടേബിൾ നെയിം. സോ ഏത് ടേബിളിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് അത് നമ്മൾ ഈ ഒരു ക്വറിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് കസ്റ്റമർ നെയിം സിറ്റി ഫ്രം കസ്റ്റമേഴ്സ്. സോ കസ്റ്റമർ എന്നുള്ള ടേബിളിനകത്ത് നിന്ന് കസ്റ്റമർ നെയിം ആൻഡ് സിറ്റി ആ 2 കോളംസും അതിനകത്ത് വരുന്ന റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ആൻഡ് നൗ ഒരു ടേബിളിനകത്തുള്ള ഫുൾ കോളംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ എല്ലാ കോളം നെയിമും ഇങ്ങനെ നമ്മൾ കോമായിട്ട് എഴുതേണ്ട കാര്യമില്ല. വി ക്യാൻ സിംപ്ലി യൂസ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. സ്റ്റാർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എൻ്റയർ ടേബിൾ നമുക്ക് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ആദ്യം നമ്മൾ DDL നോക്കി, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അവിടെ എന്തുമായിരുന്നു? ഈ ഒരു ഡേറ്റാ ബേസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കീമ ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു DDL എന്ന് പറയുന്നത്. നൗ ഈ DML എന്തുവാണ്? ദാറ്റ് ഈസ് ദ SQL കമാൻഡ്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ പ്രസൻറ്റ് ഇൻ ദ ഡേറ്റാബേസ് ബിലോങ്സ് ടു ദ DML. അതായത് എന്തുവാണ്? ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ ആ ടേബിളിനകത്തുള്ള ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അങ്ങനെ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ്സാണ് ഈ ഒരു DML കമാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് 3 DML കമാൻഡ്സ്: ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ഇൻസേർട്ട് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ഡേറ്റ എലമെൻറ്റ് ഇൻ ടു ദ ടേബിൾ. Update is used for updating existing data within the table. Delete is used for deleting records from the database table. ഇനി ഈ ഒരു ഇൻസേർട്ട് കമാൻഡിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം കോളം 1 കോളം 2 എക്സെട്ര അപ് ടു കോളം n, വാല്യൂസ് വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര അപ് ടു വാല്യൂ n. അതായത് കോളം 1 എന്നുള്ള ഒരു ആട്രിബ്യൂട്ടിനകത്ത് വാല്യൂ 1 ഇൻസേർട്ടഡ് ആവുന്നു. അതുപോലെ കോളം 2വിനകത്ത് വാല്യൂ 2 ആൻഡ് കോളം എന്നിനകത്ത് വാല്യൂ n. ഈ ഒരു സിൻടാക്സ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കോളംസ് സ്പെസിഫൈ ചെയ്യാണ്ട് വാല്യൂ മാത്രം സ്പെസിഫൈ ചെയ്യാം സിൻടാക്സിൽ. അതാണ് ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര അപ് ടു വാല്യൂ n. ആൻഡ് ഈ ഒരു സിൻടാക്സിനകത്ത് നമ്മുടെ ടേബിളിനകത്ത് ഓരോ ആട്രിബ്യൂട്ട്സും കിടക്കുന്ന ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ റെസ്പെക്റ്റീവ് വാല്യൂസ് ഈ ഒരു വാല്യൂ എന്നുള്ള സംഭവത്തിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻ ടു ബുക്ക്, ഓതർ, സബ്ജക്റ്റ്, വാല്യൂസ്, സോനോ, DBMS. സോ എന്തുവാണ്? ബുക്ക് എന്നുള്ള ഒരു ടേബിളിനകത്ത് 2 പുതിയ വാല്യൂസ് ഇൻസേർട്ടഡ് ആവുകയാണ് അറ്റ് ദ ആട്രിബ്യൂട്ട്സ് ഓതർ ആൻഡ് സബ്ജക്ട്സ്. നെക്സ്റ്റ് ഇനി എന്താണ് ഡിലീറ്റിൻ്റെ സിൻടാക്സ്? It is like delete from table name where a condition. So അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. delete from customers where ID is equal to 6. So ID is equal to 6 എന്ന് വരുന്ന ആ ഒരു കംപ്ലീറ്റ് റെക്കോർഡ്, ആ ID വാല്യൂ മാത്രമല്ല ആ ഒരു പർട്ടിക്കുലർ കംപ്ലീറ്റ് റെക്കോർഡും എന്തായിപ്പോവും? ഡിലീറ്റ് ആയിപ്പോവും. നെക്സ്റ്റ് വൺ ഈസ് അപ്ഡേറ്റ് കമാൻഡ്. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് വരുന്നത് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് കോളം നെയിം 1 is equal to value 1, column name 2 is equal to value 2, then column name n is equal to value n where a condition. And ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് സ്റ്റുഡൻസ് സെറ്റ് യൂസർ നെയിം ഈക്വൽ ടു സോനോ വേർ സ്റ്റുഡൻറ്റ് ID ഈക്വൽ ടു 3. അതായത് എന്തുവാണ്? സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് സ്റ്റുഡൻറ്റ് ID 3 ആയിട്ടുള്ള റെക്കോർഡ് അവിടുത്തെ യൂസർ നെയിം എന്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്? സോനോ എന്ന് പറഞ്ഞായിട്ട് സെറ്റ് ചെയ്യുവാണ്. Next is data control language, and as the name suggests, it is related with the rights, permissions and other controls of the database system. അതായത് എന്തുവാണ്? ഡേറ്റാബേസ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഡേറ്റാബേസ് ഒബ്ജക്ട്സ് ഉണ്ടാവും. സോ ഈ ഓരോ ഒബ്ജക്ട്സിനെയും ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ്, പെർമിഷൻസ്, അങ്ങനത്തെ ഈ ഒരു കൺട്രോൾസ് വരുന്നതാണ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജിനകത്ത്. ആൻഡ് ഇതിനകത്ത് 2 കമാൻഡ്സ് ആണുള്ളത്: ഗ്രാൻഡ് ആൻഡ് റിവോക്ക്. ഗ്രാൻഡ് എന്തിനാണ്? ഇറ്റ് ഗീവ്സ് യൂസേഴ്സ് ആക്സസ് പ്രിവിലേജസ് ടു ദ ഡേറ്റാബേസ് ഒബ്ജക്റ്റ്. അതായത് എന്തുവാണ്? ഡേറ്റാബേസ് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ്
ഗ്രാൻഡ്. ദെൻ റിവോക്ക് എന്ന് പറയുന്നത് എന്തുവാണ്? ഈ ഗിവൺ പെർമിഷൻ വിത്ഡ്രോ ചെയ്യുന്നതാണ് റിവോക്ക് എന്നുള്ള കമാൻഡ്. ഇനി ഈ ഗ്രാൻഡിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഗ്രാൻഡ് പ്രിവിലേജ് നെയിം ഓൺ ഒബ്ജക്റ്റ് നെയിം ടു യൂസർ നെയിം ഓർ പബ്ലിക് ഓർ റോൾ നെയിം. ഇതിനകത്ത് പ്രിവിലേജ് നെയിം എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഏത് പ്രിവിലേജാണ് നമ്മൾ ഗ്രാൻഡ് ചെയ്യേണ്ടത്, അതായത് എന്ത് പെർമിഷനാണ് കൊടുക്കേണ്ടത്, അതാണ് പ്രിവിലേജ് നെയിം. ആൻഡ് ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഏത് ഒബ്ജക്റ്റിൻ്റെ മേൽ, ഏത് ഡേറ്റാബേസ് ഒബ്ജക്റ്റിൻ്റെ മേലാണ് ഈ ഒരു പ്രിവിലേജ് നമ്മൾ ഗ്രാൻഡ് ചെയ്യേണ്ടത്. ദെൻ ടു ഹൂം, ആർക്കാണ് ഈ ഒരു പ്രിവിലേജ്, ഈ ഒരു ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആർക്കാണ്. അവിടെ നമുക്ക് 3 വാല്യൂസ് വരുന്നുണ്ട്. ഏതർ അത് യൂസർ ആവാം, യൂസർ നെയിം ആവാം, അല്ലെങ്കിൽ പബ്ലിക്, അല്ലെങ്കിൽ റോൾ നെയിം. ഇത് 3-ൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അവിടെ കൊടുക്കാം. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഗ്രാൻഡ് ഇൻസേർട്ട് കോമ സെലക്ട് ഓൺ അക്കൗണ്ട്സ് ടു റാം. അതായത് എന്തുവാണ്? റാം എന്നുള്ളൊരു യൂസറിന് അക്കൗണ്ട്സ് എന്നുള്ളൊരു ഒബ്ജക്റ്റിലോട്ടുള്ള 2 പ്രിവിലേജസ് ആണ് ഇവിടെ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻസേർട്ട് ആൻഡ് സെലക്ട് പ്രിവിലേജസ് ഇവിടെ നമ്മൾ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സിൻടാക്സിൽ പറയുന്നത്. ഇനി നമ്മൾ ഗ്രാൻഡ് ചെയ്ത ഒരു പ്രിവിലേജ് എങ്ങനെയാണ് നമ്മൾ റിവോക്ക് ചെയ്യുന്നത്? സോ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് റിവോക്ക് പ്രിവിലേജ് നെയിം ഓൺ ഒബ്ജക്റ്റ് നെയിം ഫ്രം യൂസർ നെയിം ഓർ പബ്ലിക് ഓർ റോൾ നെയിം. സോ ഈ ഒരു യൂസറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിനെ ആ ഗ്രാൻഡ് ചെയ്ത പെർമിഷനെ വിത്ഡ്രോ ചെയ്യുവാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. റിവോക്ക് ഇൻസേർട്ട് കോമ സെലക്ട് ഓൺ അക്കൗണ്ട്സ് ഫ്രം റാം. നൗ last one is transaction control language TCL. This TCL commands deals with the transaction within the database. And ഇതിനകത്ത് 3 commands വരുന്നുണ്ട്. commit, rollback and save point. Commit, it is used to permanently save any transaction into the database. Then rollback, it rollbacks a transaction in case of any error occurs. It is used to restore the database to last committed state. അതായത് എന്തുവാണ്? ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ ഇടയിൽ ഇൻ കേസ് എനി എറർ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ റോൾ ബാക്ക് കമൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കമ്മിറ്റഡ് സ്റ്റേറ്റ്, അതായത് ലാസ്റ്റ്ലി പെർമനൻ്റ്ലി നമ്മൾ സേവ് ചെയ്ത ആ ഒരു സ്റ്റേറ്റിലോട്ട് ആ ഒരു ട്രാൻസാക്ഷനെ റോൾ ബാക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്യും. ദെൻ സേവ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെമ്പററിലി സേവ് എ ട്രാൻസാക്ഷൻ സോ ദാറ്റ് യു ക്യാൻ റോൾ ബാക്ക് ടു ദാറ്റ് പോയിന്റ് വെൻ എവർ റിക്വയർഡ്. ഇനി ഈ 3 TCL കമാൻഡ്സിൻ്റെ സിൻടാക്സ് ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് വൺ ഇസ് കമ്മിറ്റ്. ഇറ്റ് ഇസ് സിംപ്ലി ലൈക്ക് കമ്മിറ്റ് സെമികോളൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വെർ ഏജ് ഇസ് ഈക്വൽ ടു 25 കമ്മിറ്റ്. സോ എന്ത് ചെയ്യുവാണ്? അതുവരെയുള്ളത് പെർമനൻ്റ്ലി അവിടെ എന്തായി? സേവായി. നൗ റോൾ ബാക്ക്, അതിൻ്റെയും സിൻടാക്സ് സിമ്പിളാണ്. ദാറ്റ് ഇസ് റോൾ ബാക്ക് സെമികോളൻ. എക്സാമ്പിൾ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വെർ ഏജ് ഇസ് ഈക്വൽ ടു 25 റോൾ ബാക്ക്. ദെൻ സേവ് പോയിന്റ്. സേവ് പോയിൻറ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? സേവ് പോയിന്റ് നെയിം സെമികോളൻ. അപ്പോൾ നമ്മൾ SQL കമാൻഡ്സ് ഇൻ ഡീറ്റെയിൽ നോക്കി. അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് കൺസ്ട്രെയിൻസ്. സോ എന്താണ് കൺസ്ട്രെയിൻസ്? Constraints are the rules enforced on the data columns of a table. This ensures the accuracy and reliability of the data in the database. And ഈ കൺസ്ട്രെയിൻസ് 2 ടൈപ്പിൽ വരാം. കോളം ലെവൽ കൺസ്ട്രെയിൻസ് വരാം, ടേബിൾ ലെവൽ കൺസ്ട്രെയിൻസും ആവാം. Column level constraints are applied only to one column, whereas the table level constraints are applied to the whole table. And most commonly used constraints ആണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. That is not null constraint, unique, primary key, foreign key, check constraint and finally default constraint. So ആദ്യം എന്താണ് not null constraint? By default a column can hold null values. അതായത് ഒരു ടേബിളിനകത്ത് ഒരു പർട്ടിക്കുലർ കോളത്തിനകത്ത് നമ്മൾ വാല്യൂസ് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല എങ്കിൽ ഡിഫോൾട്ട്ലി എന്താവും? അവിടെ ഒരു നൾ വാല്യൂ സ്റ്റോർ ആവും. ബട്ട് ചില കേസസിൽ നമുക്ക്, അതായത് ചില കോളംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നൾ വാല്യൂ വരാൻ പാടില്ല. സോ അത് എൻഷുർ ചെയ്യാനാണ് നമ്മൾ നോട്ട് നൾ കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കോളത്തിനകത്ത്, ഏത് കോളത്തിനകത്താണോ നമുക്ക് നൾ വാല്യൂ വരാൻ പാടില്ലാത്തത്, ആ ഒരു കോളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നോട്ട് നൾ കൺസ്ട്രെയിൻ എൻഫോഴ്സ് ചെയ്യും. സോ അവിടെ എന്തായി? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ പർട്ടിക്കുലർ കോളം ഇസ് ഓൾവേസ് ഹാവിങ് എ വാല്യൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ
എംപ്ലോയി ഐ ഡി എന്നുള്ളൊരു കോളവും ദെൻ എംപ്ലോയി നെയിം എന്നുള്ളൊരു കോളവും നോട്ട് നൾ കൺസ്ട്രെയിൻ യൂസ് ചെയ്ത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തുവാണ്, ഈ രണ്ട് കോളത്തിലും നൾ വാല്യൂസ് വരാൻ പാടില്ല. ബട്ട് സാലറി എന്നുള്ള ആ ഒരു കോളത്തിനകത്ത് നൾ വാല്യൂസ് വന്നാലും സീനില്ല. നെക്സ്റ്റ് വൺ ഇസ് യുണീക്ക് കൺസ്ട്രെയിൻ. ദ യുണീക്ക് കൺസ്ട്രെയിൻ പ്രിവെൻറ്റ്സ് ടു റെക്കോർഡ്സ് ഫ്രം ഹാവിങ് ഐഡൻറ്റിക്കൽ വാല്യൂസ് ഇൻ എ കോളം. അതായത് എന്തുവാണ്, ഒരു കോളത്തിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അതിനായിട്ടാണ് അത് എൻഷുർ ചെയ്യാനാണ് നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എംപ്ലോയി ഐ ഡി എന്നുള്ള ഒരു കോളം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, യുണീക്ക് കൺസ്ട്രെയിൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു കോളത്തിനകത്തുള്ള വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇനി ഈ ഒരു എംപ്ലോയി ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുവാണ്. ബട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ലായിരുന്നു, സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഓൾറെഡി ഉള്ള ഒരു ടേബിളിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു യുണീക്ക് കൺസ്ട്രെയിൻ ആഡ് ചെയ്യുന്നത്? സോ അതിന് നമുക്ക് ഓൾട്ടർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് ലൈക്ക് ഓൾട്ടർ ടേബിൾ എംപ്ലോയീസ് മോഡിഫൈ എംപ്ലോയി ഐ ഡി ഇൻറ്റ് യുണീക്ക്. സോ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. ഈ എംപ്ലോയി ഐ ഡി ഇൻറ്റ് എന്നുള്ളതിനെ യുണീക്ക് എന്നിവിടെ ആഡ് ചെയ്തു, മോഡിഫൈ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓൾട്ടർ ടേബിൾ എംപ്ലോയീസ് ആഡ് കൺസ്ട്രെയിൻ മൈ യുണീക്ക് കൺസ്ട്രെയിൻ യുണീക്ക് ഓഫ് എംപ്ലോയി ഐ ഡി. ഈ രണ്ട് സിൻടാക്സിലും ഏത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് പ്രൈമറി കീ കൺസ്ട്രെയിൻ. പ്രൈമറി കീ എന്താണെന്ന് നമുക്കറിയാം, വിച്ച് ഇസ് യൂസ്ഡ് ഫോർ യുണീക്ലി ഐഡൻറ്റിഫൈങ് ഈച്ച് റോ ഓർ റെക്കോർഡ് ഇൻ ദ ഡേറ്റാബേസ് ടേബിൾ. സോ നമ്മൾ ഈ ഒരു പ്രൈമറി കീ കൺസ്ട്രെയിൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോളംസിനകത്ത് യുണീക്ക് വാല്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. ആൻഡ് അതിനകത്ത് നൾ വാല്യൂസ് വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് നോട്ട് നൾ. ആൻഡ് ഒരു ടേബിളിനകത്ത് ഒരൊറ്റ പ്രൈമറി കീ മാത്രമേ പാടുള്ളൂ. ആ ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത് ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഫീൽഡ്. അതായത് ആദ്യത്തെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഒരു എക്സാമ്പിളിനകത്ത് എംപ്ലോയി ഐ ഡി എന്നുള്ള ഒരു കോളമാണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിംഗിൾ ഫീൽഡ് പ്രൈമറി കീ. ഇനി സെക്കൻഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും താഴത്തെ സെൻറ്റൻസ് കണ്ടാൽ അറിയാം, പ്രൈമറി കീ ഓഫ് ഐ ഡി കോമ നെയിം. അതായത് എന്തുവാണ്, ഐ ഡി എന്നുള്ളൊരു കോളവും നെയിം എന്നുള്ളൊരു കോളം, ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിനെയാണ് മൾട്ടിപ്പിൾ ഫീൽഡ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ആൻഡ് വെൻ മൾട്ടിപ്പിൾ ഫീൽഡ്സ് ആർ യൂസ്ഡ് ആസ് പ്രൈമറി കീ ദേ ആർ കോൾഡ് എ കോമ്പോസിറ്റ് കീ. ഇനി ഇൻ കേസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടേബിളിനകത്തോട്ടാണ് നമുക്ക് പ്രൈമറി കീ കൺസ്ട്രെയിൻ ആഡ് ചെയ്യേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് വൺ ഓഫ് ദ ഫോളോയിങ് ടു സിൻടാക്സസ്. ആദ്യത്തെ എന്തുവാണ്, ഓൾട്ടർ ടേബിൾ എംപ്ലോയീസ് മോഡിഫൈ എംപ്ലോയി ഐ ഡി ഇൻറ്റ് പ്രൈമറി കീ. അതായത് എംപ്ലോയീസ് എന്നുള്ള ടേബിൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ആൻഡ് ആ ടേബിളിനകത്ത് എംപ്ലോയി ഐ ഡി എന്നുള്ളൊരു കോളം എക്സിസ്റ്റിംഗ് ആണ്. സോ ആ കോളം നമ്മൾ മുൻപ് പ്രൈമറി കീ കൺസ്ട്രെയിൻ യൂസ് ചെയ്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ അത് ഇപ്പോൾ സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ ഓൾട്ടർ മോഡിഫൈ എന്നുള്ള ഈ ഒരു കമാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് സിൻടാക്സും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സിൻടാക്സ് യൂസ് ചെയ്യാം. ഇനി ടു ഡ്രോപ്പ് പ്രൈമറി കീ കൺസ്ട്രെയിൻ ഫ്രം എ ടേബിൾ വി ക്യാൻ യൂസ് ദ ഫോളോയിങ് സിൻടാക്സ്. നെക്സ്റ്റ് വൺ ഇസ് ഫോറിൻ കീ കൺസ്ട്രെയിൻ. ഫോറിൻ കീ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഇസ് യൂസ്ഡ് ടു ലിങ്ക് ടു ടേബിൾസ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ ഇൻ ദ ടു ടേബിൾസ്. സോ നൗ foreign key in one table is that can be refers to a primary key in another table. അതായത് രണ്ട് ടേബിൾസ് കൺസിഡർ ചെയ്യുക, കസ്റ്റമർ ടേബിൾ ആൻഡ് ഓർഡേഴ്സ് ടേബിൾ. അതിൽ ഈ കസ്റ്റമർ ടേബിളിനകത്ത് പ്രൈമറി കീ ആയിട്ട് വരുന്നത് ഐ ഡി എന്നുള്ളൊരു കോളമാണ്. നൗ ഈ ഓർഡേഴ്സ് ടേബിളിനകത്ത് ഈ കസ്റ്റമർ ഓഫ് ഐ ഡി അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ടേബിളിനകത്തുള്ള ഐ ഡി എന്നുള്ള വാല്യൂ. ദാറ്റ് ഈസ് ഇൻ ഫോർത്ത് ലൈൻ കസ്റ്റമർ ഐ ഡി ഇൻറ്റ് റെഫറൻസസ് കസ്റ്റമേഴ്സ് ഓഫ് ഐ ഡി. സോ ഇവിടെ കസ്റ്റമർ അണ്ടർസ്കോർ ഐ ഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോറിൻ കീ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൈമറി കീ ഓഫ് ദ കസ്റ്റമേഴ്സ് ടേബിൾ. ആൻഡ് ഫോറിൻ കീ ഉള്ള ടേബിളിനെ നമ്മൾ ചൈൽഡ് ടേബിൾ എന്നും ആൻഡ് ദ ടേബിൾ കണ്ടെയ്നിങ് ദ കാൻഡിഡേറ്റ് കീ ഓർ പ്രൈമറി കീ ഈസ് കോൾഡ് ദ റെഫറൻസ് ഓർ പാരന്റ് ടേബിൾ. നൗ ഇൻ കേസ് ഈ ഒരു ഓർഡേഴ്സ് ടേബിൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് ആൻഡ് ഫോറിൻ കീ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഫോറിൻ കീ എന്ത് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഇങ്ങനെയാണ്, ഓൾട്ടർ ടേബിൾ ഓർഡേഴ്സ്
add foreign key customer underscore ID references customers of ID. ആൻഡ് ഒരു ഫോറിൻ കീ കൺസ്ട്രെയിൻ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് alter table orders drop foreign key. Next one is check constraint. Using check constraint we can specify conditions for a field which will be evaluated at the time of entering the data to a column. അതായത് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏജ് എന്നുള്ള ഫീൽഡിനകത്താണ് നമ്മൾ ചെക്ക് കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദെയർ കണ്ടീഷൻ ഈസ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. സോ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏജ് ഈക്വൽ ടു 5 എന്നുള്ളൊരു വാല്യൂ എൻ്റർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ഇഫ് ദ കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ഫാൾസ് ദ റെക്കോർഡ് വയലേറ്റ്സ് ദ കൺസ്ട്രെയിൻ ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി എൻറ്റേർഡ് ഇൻ ടു ദ ടേബിൾ. നെക്സ്റ്റ് വൺ ഇസ് ഡിഫോൾട്ട് കൺസ്ട്രെയിൻ. Default constraint is used to provide a default value for the fields of a table. For example, ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സാലറി എന്നുള്ള ഫീൽഡിനകത്താണ് നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഡിഫോൾട്ട് വാല്യൂ എന്തുവാണ് 5000. നൗ പുതിയ റെക്കോർഡ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് യൂസർ ഈ സാലറി എന്നുള്ളൊരു ഫീൽഡിനകത്ത് ഒരു വാല്യൂവും എൻ്റർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഡിഫോൾട്ട്ലി 5000 എന്നുള്ളൊരു വാല്യൂ ഈ സാലറിനകത്തോട്ട് പോവും. സോ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫോൾട്ട് കൺസ്ട്രെയിൻറ്റ്. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേബിളിനകത്തോട്ടാണ് നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രെയിൻറ്റ് പുതിയതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് ദ ഫോളോയിങ് ക്വറി: മോഡിഫൈ സാലറി ഡെസിമൽ ഓഫ് 18,2 default 5000. And to drop the default constraint we can use the following SQL query: alter table customers alter column salary drop default. So നമ്മൾ different types of constraint in SQL നോക്കി. Next, what are the different types of SQL operators? And SQL operators are categorized into 3: arithmetic operators, comparison operator and logical operators. ഈ 3 ഓപ്പറേറ്റേഴ്സിൻ്റെയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ PDF ഷെയർ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നൗ ഇന്നത്തെ സെഷനിലേറ്റ് അവസാനത്തെ ടോപ്പിക്കിലോട്ട് വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് വ്യൂസ് ഇൻ SQL. വ്യൂസ് ഇൻ SQL ആർ ദ വിർച്വൽ ടേബിൾസ് ദാറ്റ് ഡു നോട്ട് റിയലി എക്സിസ്റ്റ് ലൈക്ക് ദ ടേബിൾസ് ഓഫ് ദ ഡേറ്റാബേസ്. സോ എന്തുവാണ്, ദീസ് ആർ വിർച്വൽ ടേബിൾസ് ദാറ്റ് ഡു നോട്ട് റിയലി എക്സിസ്റ്റ്. And these views are created by SQL statements that join one or more tables. The views contain rows and columns. ഇനി how to create a view, അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഈ ഒരു ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ് സെലക്ട് column 1, column 2, column 3 from table name where a condition. And we can also update and drop these virtual tables. ആൻഡ് അതിൻ്റെ ഡ്രോപ്പിൻ്റെ സിൻടാക്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡ്രോപ്പ് വ്യൂ, വ്യൂ നെയിം. ഐ ഓൾറെഡി സെഡ് ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ് എ വ്യൂ by selecting the field from a single table or multiple table. So in this slide we can see how to create a view from a single table. So ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ടേബിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അതിനകത്ത് 3 ഫീൽഡ് ഉണ്ട്: സ്റ്റുഡൻറ്റ് ID, നെയിം ആൻഡ് അഡ്രസ് ആൻഡ് 4 റെക്കോർഡ്സ് ആണ് ഉള്ളത്. ഇനി ഈ ഒരു ഒറ്റ സിംഗിൾ ടേബിളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് വ്യൂ എന്നുള്ളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ സിൻടാക്സ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്രിയേറ്റ് വ്യൂ, ഡീറ്റെയിൽസ് വ്യൂ ആസ് സെലക്ട് നെയിം കോമ അഡ്രസ് ഫ്രം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വേർ സ്റ്റുഡൻറ്റ് ID ലെസ് ദാൻ 4. ആൻഡ് ഈ ഒരു ക്വറിയുടെ റിസൾട്ടാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് വ്യൂ എന്നുള്ള വ്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ സിംപ്ലി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇനി ഹൗ ടു ക്രിയേറ്റ് വ്യൂ ഫ്രം മൾട്ടിപ്പിൾ ടേബിൾസ്. സോ അത് നോക്കാനായിട്ട് നമ്മൾ 2 ടേബിൾസ് കൺസിഡർ ചെയ്യാം: സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റുഡൻറ്റ് മാർക്സ്. ആൻഡ് നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് വ്യൂ നെയിം ഇസ് മാർക്സ് വ്യൂ. സോ അതിൻ്റെ സിൻടാക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് വ്യൂ മാർക്സ് വ്യൂ ആസ് select student details dot name, student detail dot address, student marks dot marks from student detail comma student mark where student detail dot name is equal to student marks dot name. അതായത് എന്തുവാണ്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ എന്നുള്ള ടേബിളിനകത്ത് നിന്ന് നെയിമും അഡ്രസ്സും ചൂസ് ചെയ്തു.
സ്റ്റുഡൻറ്റ് മാർക്സിനകത്ത് നിന്ന് മാർക്സ് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണ്? സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ ഡോട്ട് നെയിം ഇസ് ഈക്വൽ ടു സ്റ്റുഡൻറ്റ് മാർക്സ് ഡോട്ട് നെയിം. സോ ഈ ഒരു ക്വറിയുടെ ഔട്ട്പുട്ട് ക്വറിയാണ് ഈ റൈറ്റ് സൈഡിലുള്ള ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത മാർക്സ് വ്യൂ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് വി ക്യാൻ സിംപ്ലി യൂസ് ദ കമാൻഡ് സെലക്ട് സ്റ്റാർ ഫ്രം മാർക്സ് വ്യൂ. സോ ഇങ്ങനെയാണ് വ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വറി പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കി, SQL കമാൻഡ്സ് നോക്കി, കൺസ്ട്രെയിൻസ് നോക്കി, ദെൻ വ്യൂസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി.